കോയമ്പത്തൂർ ഗംഗ ഹോസ്റ്റലിൽ മലിനജലം കുടിച്ച് വിദ്യാർത്ഥികൾ ചികിത്സ തേടിയ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ രക്ഷിതാക്കൾ. ഹോസ്റ്റലിലെ മലിനജലം കുടിച്ചാണ് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് ആരോപണം. മലിനജലം കുടിച്ച നിരവധി വിദ്യാർത്ഥികൾ ഇന്നും ചികിത്സ തേടി. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കുട്ടികൾക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. വയറിളക്കവും ഛർദിയും ഉൾപ്പെടെയുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ഇവരെ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലേക്ക് അവിടെ അടുത്ത് തന്നെയാണ് ആശുപത്രിയും ഹോസ്റ്റലും ഒക്കെ അടുത്ത് തന്നെയാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു പ്രാഥമിക ശുശ്രൂഷ എന്ന നിലയിൽ കൊണ്ടുപോകുന്നു. അതിനുശേഷം തിരികെ ഹോസ്റ്റലിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ഹോസ്റ്റലും ഒന്നും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് പോയി കാണാനുള്ള ഒരു സാഹചര്യം പോലും അവർ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത്. വളരെ അടച്ചുപൂട്ടപ്പെട്ട ഒരു നിലയിലാണ് അവരുള്ളത് എന്നും പറയുന്നു. എന്തായാലും നാളെയൊക്കെ രക്ഷിതാക്കൾ വരുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒരു പ്രശ്നം നിലനിൽക്കുന്നു. 200-ലധികം വിദ്യാർത്ഥികളാണ് ഈ ഹോസ്റ്റലിലുള്ളത്. അവിടെ മലിനജലമാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നിരന്തരമായി തന്നെ കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഇപ്പോൾ ആ ഹോസ്റ്റലിൽ തന്നെ ഒരു ഡോക്ടറും നഴ്സും ഉണ്ട്. ആ ഹോസ്റ്റലിൽ തന്നെ ഇപ്പോൾ പരിശോധന നടത്തുന്ന ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ മനുഷ്യാവകാശ പ്രശ്നം തന്നെയാണ് ഈ ഗംഗ ആശുപത്രിയിൽ നടക്കുന്നത്. മാത്രമല്ല മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണത്തിനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നൊരു ആരോപണവും വിദ്യാർത്ഥികളുടെ, അതായത് കുടിവെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ മാനേജ്മെന്റ് കൃത്യമായി ഇടപെടുന്നില്ല എന്നൊരു ആരോപണവും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും രക്ഷിതാക്കളെല്ലാം നാളെയോ മറ്റന്നാളോ ആയി ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട്. എന്തായാലും ഒരു രക്ഷിതാവ് ഇപ്പോൾ ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രിയും ഉദയനിധി സ്റ്റാലിനും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഇമെയിൽ മുഖേന പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല കോയമ്പത്തൂർ കളക്ടർ, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റിയുടെ കമ്മീഷണർ, അങ്ങനെ ഉള്ള അധികാരികൾക്കും എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് ആ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ നില ഈ സമാനമായ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.